വീട്ടിലെ പണികളൊക്കെ മറന്നുപോയി എന്ന് നമ്മൾ പറയില്ല. അങ്ങനൊരു ദിവസമാണ് കേട്ടോ എൻ്റെ ഇന്നലത്തെ. നല്ല തലവേദനയായ കാരണം ഒരു ഗുളിക കഴിച്ചിട്ട് കയറി കിടന്നിട്ട് പിന്നെ എണീറ്റിട്ട് വലിയ പണിയൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ചോറ് ചൂടാക്കാൻ അടുക്കളയിലേക്ക് വന്നപ്പോഴാണ് ബാലൻസ് പണിയുടെ കാര്യമൊക്കെ ഓർത്തത്. ശനിയാഴ്ച കാരണം പൊന്നുവിന് ക്ലാസ് ഇല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ചേട്ടായിക്ക് ഓഫീസിൽ പോകണം എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചില്ല. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഞാൻ അടുക്കളയിൽ പോയിട്ട് വേഗം ഞാൻ ചോറൊക്കെ തിളപ്പിച്ച് വാർത്തു. പിന്നെയാണ് ചേട്ടായുടെ ജ്യൂസിൻ്റെ കാര്യം ഓർത്തത്. പിന്നെ വേഗം അതെടുത്ത് അരിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചിട്ട് കിടക്കുവാണെങ്കിൽ രാവിലെ എണീറ്റ് അരി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അരിഞ്ഞ് വെച്ചു. ഈ കഞ്ഞി വാർക്കണ സാധനം ഉണ്ടല്ലോ, ഒരു കമ്പി കഷ്ണമാണേ. ഞാനത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന നാട്ടിൽ നിന്ന് വന്നപ്പം ഞാൻ മേടിച്ചതിൽ ഏറ്റവും ഉപകാരപ്പെട്ട സാധനം അതായിരുന്നു കേട്ടോ. കഞ്ഞി വാർക്കാനും ഭയങ്കര എളുപ്പമാണ്. ഇതിന് 140 150 അത്രയും രൂപയായുള്ളൂ. എൻ്റെ കയ്യിൽ ലിങ്കോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു ഫോട്ടോയായിട്ട് കൊടുത്തേക്കാം. എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ മീഷോയിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. കറിയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഈ വയ്യായ്മയൊക്കെ ആയതുകൊണ്ട് എനിക്ക് എന്തോ എരിവൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാൻ തോന്നി. ഉള്ളി വെളിച്ചെണ്ണയ്ക്കകത്ത് വാട്ടി മറ്റേ വത്തലമുളക് നമ്മളിങ്ങനെ വാട്ടി ഉണ്ടാക്കില്ല, അങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ അതേ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ കേട്ടോ. ചോറുണ്ട് കഴിഞ്ഞപ്പോഴാണ് ചേട്ടായുടെ ഷർട്ടൊന്നും തേച്ച് വെച്ചില്ല എന്ന് ഓർത്തത്. ഏറ്റവും ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പണിയായിരുന്നു ഈ തേക്കൽ കാര്യങ്ങളൊക്കെ. ഇന്നെല്ലാം മറന്നു പോയിട്ടോ. പിന്നെ അതും കൂടെ കഴിഞ്ഞിട്ട് നേരെ കയറി കിടന്നുറങ്ങി.